they're going around the world and contributing. How did this change come? What was the situation in 2013? Hopelessness. What is it now? International community respects us, takes us seriously. മലയാളികളായ നമ്മൾ ലോകമെല്ലായിടത്തും സഞ്ചരിക്കുന്നവരാണ്. ലോകത്തിന്റെ ഏതു ഭാഗത്ത് ചെന്നാലും ഒരു മലയാളി ഉണ്ടാകുമെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മലയാളികൾക്ക് കഴിവുള്ളതുകൊണ്ടും മലയാളിയുടെ ഉള്ളിലെ സംരംഭകത്വം ഉള്ളതുകൊണ്ടുമാണ് എല്ലാ ലോകരാജ്യങ്ങളിലും കടന്നു ചെന്ന് അവിടെ ജോലി ചെയ്ത് അവിടുത്തെ ഇക്കോണമിയെ സഹായിക്കുന്നു. അതുകൂടാതെ കേരളത്തിലേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് പണം അയക്കുന്നു. ഇത്തരത്തിൽ ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും ശ്രദ്ധേയമായ സാന്നിധ്യം ഉറപ്പാക്കിയവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ഞാൻ മലയാളികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളുടെ രാജ്യത്തിന് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ന് കിട്ടുന്ന പരിഗണന? നിങ്ങൾ വിദേശത്ത് പോകുമ്പോൾ മുൻപ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിഗണനയാണോ ഇന്ന് കിട്ടുന്നത്? ഇന്ന് അന്താരാഷ്ട്ര വേദികളിൽ ഒരു ഭാരതീയൻ എന്ന് പറയുമ്പോൾ കിട്ടുന്ന പരിഗണന, കിട്ടുന്ന ഒരു ആദരം, അത് നാം ലോകത്തിന് ചിലതൊക്കെ തെളിയിച്ചു കൊടുത്തത് കൊണ്ടാണ് നമുക്കിന്ന് കിട്ടുന്നത്. നാം ലോകത്തോട് പറഞ്ഞു, നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ന് ഈ രാജ്യത്തുള്ളത് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമാണ്. ഇത് നാം ലോകരാജ്യങ്ങളോട് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഏത് അന്താരാഷ്ട്ര വേദിയിൽ പോയാലും, അത് ഇരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വേദിയായിക്കോട്ടെ, നിരവധി രാജ്യങ്ങൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര വേദികളിലായിക്കോട്ടെ, അവിടെയെല്ലാം ഇന്ന് ഭാരതത്തിന് ആദരം കിട്ടുന്നു, അംഗീകാരം കിട്ടുന്നു. ഇന്ന് അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആ രാജ്യത്തുള്ളവർ നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾക്കിത് എങ്ങനെയാണ് സാധ്യമായത്? നിങ്ങളുടെ യുവാക്കൾ ഇന്ന് എങ്ങനെയാണ് ഇത്രയേറെ കഴിവുള്ളവരായി മാറിയത്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയും ശക്തി കിട്ടിയത്? നിങ്ങൾക്കിത് എങ്ങനെ സാധിച്ചു എന്ന് 2013 നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും നിരാശ മാത്രമായിരുന്നു എങ്കിൽ ഇന്ന് ഭാരതത്തെ ലോകം ആദരിക്കുന്ന തലത്തിലേക്ക് ഉയർത്താൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. So my first point which I want to tell you in this audience in Kerala, which is a thinking citizen of India, if you're talking about elections, compare what prevailed before 2014 with what is prevailing today. After 5 years of Modi's rule, I said without corruption, reaching out to all sections. I've also said what is the kind of India's standing in the international communities. I've explained that. But the next comparison which I want you all to take seriously is Modi is here as Prime Minister. We want him to come back. Who's opposite him? Who is their Prime Minister's candidate? Is there one or are there several in the queue? Should we compare that also? Each one by their name or collectively that many people, all of whom want to become Prime Ministers? So who are we voting for? One for one post or several for one post? ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ച കാര്യം അന്താരാഷ്ട്ര വേദിയിൽ ഭാരതത്തിനുണ്ടായ ഒരു കിട്ടുന്ന ആദരത്തെ പറ്റിയാണ്. മലയാളികൾ ചിന്തിക്കുന്നവരാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ദൃഷ്ടിയിൽ ചിന്തിച്ചുകൊള്ളൂ. 2013 2019 രാജ്യത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾ താരതമ്യം ചെയ്യുക. നിങ്ങൾ ചിന്താശേഷിയുള്ളവരാണ്. അഴിമതിയില്ലാത്ത ഒരു ഭരണകൂടം. Well, Ram